ഇപ്പോൾ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വി എസ് അനുണ്ട് നമുക്കിപ്പം. അനു, അങ്ങനെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? സേതു, ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിയുക്ത DGP റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ADGP H വെങ്കടേഷിൽ നിന്നാണ് അദ്ദേഹം ഈ സേനാ തലവന്റെ ബാറ്റൺ ഏറ്റുവാങ്ങുക. ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തെത്തിയ നിയുക്ത പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ ADGPമാരായ H വെങ്കടേഷ്, അതുകൂടാതെ തന്നെ M കുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലെത്തിയാണ് അദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുക്കുക. ഈ ഏറ്റെടുക്കുന്ന ചുമതലയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ബാറ്റൺ, അതായത് ഔദ്യോഗികമായി ഈ സ്ഥാന കൈമാറ്റത്തിന്റെ ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ നിലവിലെ ചുമതലയുള്ള ആളിൽ നിന്ന് അധികാരത്തിന്റെ ബാറ്റൺ അദ്ദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷമാണ് അവിടെ ഔദ്യോഗികമായ ഒപ്പിടുന്ന അടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം അദ്ദേഹം ഈ പോലീസ് ആസ്ഥാനത്തിന്റെ മുൻവശത്തേക്ക് വരും. അവിടെ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കും. അതിനുശേഷം പോലീസ് ആസ്ഥാനത്ത് തന്നെയുള്ള ധീരസ്മൃതി സ്മരണയുണ്ട്, അവിടെ അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കും. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് പോലീസ് സല്യൂട്ട് നൽകി അദ്ദേഹത്തെ സ്വീകരിക്കും. ഇതാണ് ഈ ചടങ്ങുകൾ. ഇപ്പോൾ ഏതായിരുന്നാലും റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി സർക്കാർ നിയോഗിച്ച അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിയുക്ത ശരിയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതും. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി, അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഇത് ആദ്യമായാണ് കേന്ദ്രത്തിൽ നിന്നെത്തി കേരളത്തിൽ പോലീസ് മേധാവിയായി മാറുന്ന ആൾ കൂടിയായി മാറുകയാണ് നമ്മുടെ റവാഡ ചന്ദ്രശേഖർ. ഒരു ഇപ്പോൾ അവിടെ അദ്ദേഹം ഈ ഓരോ പേപ്പറിലൊക്കെ ഒപ്പിടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ സ്ഥാനം ഏറ്റെടുക്കലാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും ഔദ്യോഗികമായി അദ്ദേഹം പദവി ഏറ്റെടുക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നലെ ഷേഖ് ദർബീർ സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞതോടുകൂടി ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിനാണ് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് അധികാരത്തിന്റെ ബാറ്റൺ സംസ്ഥാനത്തിന്റെ നിയുക്ത പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ ഏറ്റുവാങ്ങുക. ഈ ഒപ്പിടുന്നത് സ്വാഭാവികമായും ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പേപ്പർ വർക്കുകളാണ് നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തും. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് സേനാംഗങ്ങൾ സല്യൂട്ട് നൽകുക. ആ സല്യൂട്ട് സ്വീകരിച്ച ശേഷമാണ് പോലീസ് ആസ്ഥാനത്ത് തന്നെയുള്ള ധീര സ്മൃതിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുക. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ഔദ്യോഗികമായ സല്യൂട്ട് നൽകും. ഇതാണ് ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ. ഇപ്പോൾ
ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് റവാഡ ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ആ സമയത്ത് ADGP MR അജിത്കുമാർ, അതുകൂടാതെ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ്, അതുകൂടാതെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലെ AIG ആയിട്ടുള്ള G പൂങ്കടലി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഭാര്യയുമൊത്താണ് രാവിലെ എയർപോർട്ടിൽ എത്തിയത്. അതിനുശേഷം അദ്ദേഹം DGPമാരുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ നിന്ന് രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും വീട്ടിലെത്തി. അതിനുശേഷം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയ അദ്ദേഹത്തെ ADGP MR അജിത്കുമാർ, അതുകൂടാതെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ക്രമസമാധാന ചുമതലയും അതുകൂടാതെ തന്നെ താൽക്കാലികമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയുമുള്ള H വെങ്കടേഷും ഇരുവരും ചേർന്ന് പിന്നെ മറ്റ് സീനിയർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഈ അധികാരത്തിൻ്റെ ദണ്ഡ് ഉൾപ്പെടെയുള്ളവർ ബാറ്റൺ നൽകുന്ന ചടങ്ങ് ഉൾപ്പെടെ നടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയായി ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം താഴെ ഈ പോലീസ് ആസ്ഥാനത്തിന് പോലീസ് മേധാവിയുടെ ഓഫീസിന് തൊട്ട് താഴേക്ക് എത്തുക. അവിടെ വെച്ചായിരിക്കും അദ്ദേഹത്തിന് സേനാംഗങ്ങൾ അദ്ദേഹത്തിന് പറയുന്ന സല്യൂട്ട് നൽകുക. അതിനുശേഷം ധീരസ്മൃതിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. ഇപ്പോൾ ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള S ശ്രീജിത്ത്, ADGP MR അജിത്കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റൺ കൈമാറിയ സംസ്ഥാന പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP ലോ ആൻഡ് ഓർഡർ H വെങ്കടേഷ് ഉള്ളവരുമായി അദ്ദേഹം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് ചീഫായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. സേതു, തീർച്ചയായും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ പോവുകയാണ് സംസ്ഥാന പോലീസ് സേന. 1991 കേരള കേഡർ IPS ഉദ്യോഗസ്ഥരാണ് റവാഡ ചന്ദ്രശേഖർ. തലശ്ശേരി ASP ആയി അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. ചുമതലയേറ്റ് 48 മണിക്കൂറിലാണ് അന്ന് ഈ കൂത്തുപറമ്പ് വെടിവയ്പ്പൊക്കെ ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട റവാഡ ചന്ദ്രശേഖർ ആരോപണ നിഴലിലൊക്കെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം 2012 ഈ കുറ്റവിമുക്തനാവുകയും ഒക്കെ ചെയ്തു. പിന്നീട് പല സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഈ പത്തനംതിട്ട ASP, പാലക്കാട് ക്രൈംബ്രാഞ്ച് SP, തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ തുടങ്ങിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം ഈ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. പിന്നീടാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും നേരെ കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുകയും ചെയ്തത്. പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.